ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ബെഡ്റൂം ക്ലീനിങ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ബെഡ്റൂമൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ കിട്ടുന്ന സമയം മാക്സിമം ഇതുപോലെയുള്ള ഇത്തിരി ബുദ്ധിമുട്ടുള്ള ജോലികളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് ടൈം കണ്ടെത്താം. വെറുതെ മടി പിടിച്ച് അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലല്ലോ ടെൻഷൻ അടിച്ചിരിക്കുന്നതിലും നല്ലത് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ നമുക്കൊരു പരിധിവരെ ടെൻഷൻ കുറയാൻ അത് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് ക്ലീനിങ്ങും അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചും പിന്നെ കുറച്ച് ക്രാഫ്റ്റ് പരിപാടികളൊക്കെ ചെയ്ത് നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പതുക്കെ എഴുന്നേറ്റുള്ളൂ. സാധാരണ ചില ദിവസം ഞാൻ വേഗം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചായയൊക്കെ കുടിച്ച് അപ്പം തന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആവും. പക്ഷേ ഇന്നെന്താ പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനായിട്ട് പോയി. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും പ്രാർത്ഥനയുടെ സമയമായി. അപ്പോൾ കുർബാനയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നേരം പോയി. അപ്പോൾ ഇനി ക്ലീനിങ്ങും അത് കഴിഞ്ഞ് ഫ്രഷായിട്ട് വേണം ഭക്ഷണം വയ്ക്കാനായിട്ട് ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് ദിവസമാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല, ഡേറ്റ് ഓർമ്മയില്ല, ദിവസവും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതേ മക്കളുടെ മുറിയാണ് ഇട്ടത്. അവരുടെ ടോയ്സൊക്കെ അതേ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് എന്താ പറയുക ഹോസ്പിറ്റൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു സ്ഥലത്തൊരു കടയുണ്ട്, പിന്നെ ഒരു സ്ഥലത്ത് അവരുടെ വീടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടാണ് അവരുടെ കളിക്കുന്ന മുറിയിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ മിക്കവാറും വന്നിരുന്ന് ഡോക്ടറൊക്കെ ആയിട്ട് അവരുടെ കൂടെ ഇരുന്ന് കളിക്കൂട്ടാ. അവർക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോവും. എന്നാലും അവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. അപ്പോൾ ഈ ഒരു റൂമിൽ മാത്രമാണ് കുറച്ച് കച്ചറ പച്ചറൊക്കെ ഉണ്ടാവുക. കാരണം മക്കളെ ഞാൻ അധികം പുറത്ത് കളിക്കാൻ വിടുന്നില്ല. കുറച്ച് സമയം 4 മണിക്ക് ശേഷം വിടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അവരും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്തോരം നേരം എന്തൊക്കെ ചെയ്തിരിക്കും. അപ്പോൾ അതേ ഞാൻ എന്താണ്ട് അടിച്ച് വാരി കഴിയാറായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ദിവസങ്ങളോ ഇതൊന്നും ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. എല്ലാ ദിവസവും ഒരുപോലെ അങ്ങനെ വലിയ ചേഞ്ച് എന്ന് പറയാനൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സമയം വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മടി വരും. ഇതിപ്പോൾ എന്തിനാ ഇപ്പോൾ ഇത്ര വലിയ തിരക്കടിച്ച് പണികൾ ചെയ്യണേ? മക്കൾക്ക് ക്ലാസ്സിലേക്ക് പോകാനില്ല, ആർക്കും ജോലിക്ക് പോകാനില്ല, അങ്ങനെ വലിയ തിരക്കുകളില്ല, ആർക്കും പുറത്തേക്കും പോകാനില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പതുക്കെ ഒരു മടി അല്ലെങ്കിൽ ഒരു മടിയല്ല നമുക്ക് ഫീൽ ചെയ്യണേ. നമുക്കൊരു ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് കുറവ് അത് ഫീൽ ചെയ്യും. പക്ഷെ അത് നല്ലതല്ല. നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ടെൻഷൻ കുറയാനും നമ്മളും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഇതൊക്കെ സൂക്കേടുകളും കാര്യങ്ങളൊക്കെ മാറിപ്പോയി എല്ലാം ക്ലിയർ ആയിട്ട് വരുമ്പോഴേക്കും നമ്മൾ ഭയങ്കര പണിയൊക്കെ ചെയ്യാതെ ആകെ ഒരു മടിയും ഉഷാറില്ലാത്ത പോലെ ആവും. അപ്പോൾ എന്തായാലും ഫുള്ള് അടിച്ച് വാരി കഴിഞ്ഞു. ഇനി ഞാൻ ഫുള്ള് തുടച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ഡെറ്റോളോ നിമയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സൊല്യൂഷൻ ഒഴിച്ചിട്ട് തുടച്ചെടുക്കും. അപ്പോൾ ഡെയിലി ഞാൻ ഇപ്പോൾ ഇങ്ങനെ മറക്കാതെ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് സമയം കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഞാൻ കാരണം മക്കൾ ക്ലാസ്സിൽ പോകാത്തതുകൊണ്ടും അവരെ പഠിപ്പിക്കാനൊന്നും ഇരിക്കാത്തതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ആ സമയം മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുൻപൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയത്ത് ഞാൻ വല്ല ക്രാഫ്റ്റിനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പണിക്കിരുന്ന് വെറുതെ നേരം കളയും. പക്ഷേ ഇപ്പോൾ ഞാൻ ഓർക്കണ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് എൻ്റെ ഈ പണികൾ കഴിഞ്ഞിട്ട് ഞാൻ അതിനിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് മൈൻഡ് റിലാക്സ് ആയിട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇരിക്കുക. അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണാനായാലും എൻ്റർടൈൻമെൻറ്റിനായാലും ഒക്കെ ടൈം കണ്ടെത്തുമ്പോൾ ഈ പണികൾ കഴിഞ്ഞിട്ട് ഇരുന്നാൽ നമുക്കതൊരു ഭയങ്കര റിലാക്സാണ്. പക്ഷെ അത് കഴിയാതിരിക്കുമ്പോൾ നമ്മളുടെ പണിയും കഴിയില്ല, മനസ്സിനൊരു സ്വസ്ഥതയും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ടേബിളൊക്കെ തുടച്ചിട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ വാഷിംഗ് ബേസിനൊക്കെ ഒന്ന് കഴുകിയിടാണ്. പിന്നെ അതുപോലെ തന്നെ കണ്ണാടികളുണ്ടെങ്കിൽ ഡെയിലി ഉപയോഗിക്കുന്ന ഏരിയയിലുള്ള കണ്ണാടികളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം. അങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് തീർക്കാം. അപ്പോൾ ഏതായാലും ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഡെയിലി ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞ് ചെയ്യണതിൻ്റെ പകുതി സമയം എടുക്കുള്ളൂ. ഡെയിലി ചെയ്താൽ അത് ശ്രദ്ധയോടുകൂടി മൊബൈലൊക്കെ മാറ്റി വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് പറ്റും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മോപ്പും എല്ലാ വക സംഗതികളുള്ള കാരണം ഈസി ആയിട്ട് പരിപാടികളൊക്കെ കഴിയുകയും ചെയ്യും. അപ്പോൾ അതേ നമ്മുടെ വീടൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇതാണ് ഒരു മേജർ പണി. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി ഇന്ന് ഫ്രഷായി വന്നിട്ട് നമുക്ക് ലഞ്ചിൻ്റെ കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാം. കറികളില്ല, കറിയും ഇന്ന് ഞാൻ വിചാരിക്കുന്നത് പൂരിയും അതോടൊപ്പം തന്നെ ഒരു നല്ല ഒരു പാലുകറി പോലെ പറയാം, കുറുമ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു കറി ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ഭാഗമൊക്കെ തുടച്ച് ക്ലിയറായി വന്നപ്പോൾ അത് ചെറിയ മോള് അവിടെ കുറേ പാവക്കുട്ടികളും കൂടി നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വലിയ ക്ലീനിങ് ഒക്കെ ചെയ്താലും വലിയ പ്രയോജനമൊന്നുമില്ല. അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ട് അവർ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ടിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ പൂരിക്കുള്ള മാവ് കുഴച്ചെടുക്കുകയാണ്. ഞാനൊരു 3 കപ്പോളം ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
മൈദ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആയിഷാസ് കിച്ചൺ എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. സാധാരണ വീട്ടിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി. ഇനി ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, ഓയിൽ ഏതാ വെച്ചാൽ നമുക്ക് ഒഴിക്കാം. അത് 3 ടേബിൾ സ്പൂണോളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് നല്ല തിളച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അത് ഞാനവിടെ അടുപ്പത്ത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് തിളക്കട്ടെ എന്തായാലും. അപ്പം നമുക്കിനി പൊടികളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓയിലും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പൊടികളെല്ലാം തന്നെ യോജിപ്പിക്കുക. അപ്പോൾ ഇതിൽ മൈദ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങളിത് ഗോതമ്പ് സാധാരണ വാങ്ങി പൊടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന ആ പൊടിയുടെ അത്ര സോഫ്റ്റ്നെസ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ മൈദ ചേർത്തത്. വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ എന്തായാലും എല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ച് പതുക്കനെ കുഴച്ചെടുക്കുക. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1 കപ്പ് വെള്ളമാണ് തിളപ്പിക്കേണ്ടത് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഒരു 3 കപ്പ് എടുത്തുകൊണ്ട് ഒരു 1.5 കപ്പോളം വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് പാകത്തിന് നോക്കി ഒഴിച്ചു കൊടുക്കുക. ചിലപ്പോൾ അത് മുഴുവൻ വേണ്ടി വരില്ല. ആ കുഴയ്ക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, മാവ് നമുക്ക് തോന്നും വെള്ളം ഇല്ലല്ലോ, പോരല്ലോ, ഡ്രൈ ആയിട്ടിരിക്കുന്നത് നമുക്ക് തോന്നും. പക്ഷെ കുഴച്ച് വരുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് വരും. ആകെ ഒട്ടിപ്പിടിക്കുന്ന ഒരു മാവല്ല നമുക്ക് വേണ്ടത്. ഒരു പൊടി നമുക്ക് ഹാർഡായിട്ടിരിക്കുന്നത്, ചപ്പാത്തി മാവിൻ്റെ പോലെ അത്രയും സോഫ്റ്റ് ആവണ്ട കേട്ടോ. അതുപോലെ തന്നെ കുഴയ്ക്കുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ നമുക്ക് കയ്യിൽ തടവി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴയ്ക്കുക. അതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ എന്തായാലും നന്നായിട്ട് കുഴച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം അതങ്ങനെ മൂടി വെച്ച് ഇരിക്കട്ടെ. ഞാൻ എന്തായാലും ആ ടൈം കൊണ്ട് ഇതിലേക്കുള്ളൊരു കറി ഉണ്ടാക്കി എടുക്കുകയാണ്. നമ്മളൊരു പാല് കറിയാണ് ഉണ്ടാക്കുന്നത്. ആകെ ഒരു കറി ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ മുൻപും ഈ ഒരു കറി ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. എന്നാലും പലപ്പോഴും ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചോദിക്കും ചിലർ ഈ കറിയുടെ റെസിപ്പി ഒന്ന് പോസ്റ്റ് ചെയ്യുമെന്ന്. ഇത് വളരെ ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. സോയയും അതുപോലെ തന്നെ ക്യാരറ്റും പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ടുള്ളൊരു പാല് കറിയാണ്. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ്. ഭയങ്കര ഈസിയാണ്. ആദ്യം ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റോ അല്ലെങ്കിൽ അരിഞ്ഞതോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു കറിയുടെ പ്രത്യേകത, ഇത് നല്ല ചാറോട് കൂടി വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറി. അതുകൊണ്ട് തന്നെ നമുക്ക് 2 നേരത്തേക്കൊക്കെ ശരിക്കും ഇഷ്ടംപോലെ ഉണ്ടാക്കി കറി വെക്കാം. ഇടയ്ക്ക് ഒന്ന് തിളപ്പിച്ച് വെച്ചാലും മതി. അപ്പം ഇനി അതിലേക്ക് ഞാൻ സവാളയും അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്ന പച്ചക്കറികൾ എന്ന് പറയുന്നത് ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ കുക്കറിൽ വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോയയുടെ പീസസാണ് പിന്നെ ചേർക്കണേ. അതും ഞാൻ വെള്ളത്തിൽ തിളപ്പിച്ച് അതും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസോ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഈ 3 നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് സാധാരണ നമ്മുടെ ചിക്കൻ കറിയിലേക്കൊക്കെ ഇടുന്ന പൊടികൾ പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുള്ളൂ. നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഗരം മസാലയും മല്ലിപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കണേ. ഗരം മസാല നമ്മൾ ഒരു ടീസ്പൂണോളം നിറച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂണോളം, നമുക്ക് ചെറിയ സ്പൂണാണല്ലോ, 3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 3 കൂടി എല്ലാ ഐറ്റംസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് ഇതേ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ, കാരണം ഞാൻ കുറച്ച് ദിവസം ഓയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. ഇങ്ങനൊരു അവസരം വന്നപ്പോൾ എന്ന് വെച്ചാൽ ഉള്ള ഐറ്റംസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന കറികൾ ഉണ്ടാക്കാൻ പഠിച്ചു. അതുപോലെ തന്നെ ഐറ്റംസൊക്കെ വേസ്റ്റ് ആക്കാതിരിക്കാനും എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു സമയം വീട്ടിലിരുന്നപ്പോൾ കുറേ കാര്യങ്ങൾ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വഴിയെ പറയാം. അപ്പോൾ എന്തായാലും ക്യാരറ്റും ഉരുളക്കിഴങ്ങും അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞോട്ടെ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അത് ഞാൻ അതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അത് വേവിച്ച ആ വെള്ളവും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്കിതിന് പകരമായി വെള്ളത്തിൻ്റെ പകരം വേണമെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ തേങ്ങ എടുത്ത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് പിടുത്തിട്ടില്ലേ, വെള്ളത്തിൽ തന്നെ ഈ വെജിറ്റബിൾസും ഇതൊക്കെ വേവിക്കുകയാണ്. ഇനി നമ്മുടെ സോയയും കൂടി ഞാൻ വേവിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി സംഭവം ഇത് വെന്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ മസാലയുടെ ഇതൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു 2-ാം പാല്, കട്ടി കുറഞ്ഞ പാല് ചേർത്ത് വേണമെങ്കിൽ തിളപ്പിച്ചൊക്കെ എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ തേങ്ങ കുറവായതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കണില്ല. ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടി അതിൽ നല്ല തിക്കായിട്ടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട് ലാസ്റ്റിൽ ചേർക്കാനായിട്ട്. അപ്പോൾ എന്തായാലും തിളച്ച് വന്ന് ഇത്തിരി കറിയൊക്കെ ഒന്ന് വെറ്റി ഇതുപോലെ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലേക്ക് ഇനി ഞാൻ തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു ഗ്ലാസ്സോളം ഇല്ല, ഒരു 1/2 ഗ്ലാസ്സോളം ചേർത്ത് കൊടുക്കണം ലാസ്റ്റിൽ.
അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാല ലാസ്റ്റിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതൊരു നല്ല സ്മെല്ലിന് നല്ലതാണ്. ഇനിയാണ് ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാലുകറിയിൽ ടേസ്റ്റ് കുറച്ചും കൂടി കൂടാൻ ചെയ്യുന്നൊരു സംഗതി. നിങ്ങൾ ചിലപ്പോൾ ചെയ്യണതൊക്കെ ആവട്ടാ, എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നിയതുകൊണ്ട് പറയണേ. ചുവന്നുള്ളി കുറച്ച് അരിഞ്ഞിട്ട് നമ്മളതിൽ കാച്ചി ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്നാക്സ് ആയിട്ട് മാങ്ങ അതൊക്കെ നമുക്ക് കഴിക്കാനുണ്ട്. നാട്ടിലായതുകൊണ്ട് ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിലുള്ളതുകൊണ്ട് കഴിക്കാൻ ഭാഗ്യം. അപ്പോൾ എന്തായാലും ഞാനിനി ചുവന്നുള്ളി കാച്ചി ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ചുവന്നുള്ളി ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് കറിയിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഈ പാലുകറിയിൽ ഈ ചുവന്നുള്ളി ഇങ്ങനെ കാച്ചിട്ട് ഇടുമ്പോൾ അതിന് ഭയങ്കര ഒരു ടേസ്റ്റ് വ്യത്യാസം വരിക. നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കൊരു ചിക്കൻ കറിയുടെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ചിക്കനൊന്നും കഴിക്കുന്നില്ല ആരും, അപ്പോൾ ഫീല് കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു കറി എനിക്ക് തോന്നുന്നു ടേസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. വേറെ ഒരു തോരനോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, പൂരിയാണല്ലോ നമ്മൾ ഉണ്ടാക്കണേ അതുകൊണ്ട്. അപ്പോൾ അമ്മ അവിടുത്തെ പൂരിക്കുള്ള ബോൾസ് കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് അവിടെ കുടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ മക്കളൊക്കെ ഇരുന്നൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പൂരി ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കിയത് അമ്മ അവിടുത്തെ പരത്തണു, ഞാനിവിടുത്തെ ഫ്രൈ ചെയ്തെടുക്കണു. അപ്പോൾ പെട്ടെന്ന് പണി കഴിയൂല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പൂരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണമൊക്കെ കൂടി ഒറ്റടി കിട്ടുക, നല്ല ഫ്രൈ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ നല്ല ബോളായിട്ട് ഇത് കണ്ടിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ ഫ്രൈ ചെയ്ത് ഫുള്ള് എടുക്കുകയാണ്. അപ്പോൾ പൂരിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണത്തിൽ നമുക്ക് കിട്ടണമല്ലോ, ചപ്പാത്തിയുടെ പോലെ അല്ലല്ലോ. എന്നാലും ഇവിടെ പിള്ളേർക്കൊക്കെ പൂരി വലിയ ഇഷ്ടമാണ്. പിന്നെ ഓയിൽ കുറച്ച് എടുക്കണം, അതുകൊണ്ടുള്ള ഇതുള്ളൂ. എന്നാലും ഇത് വല്ലപ്പോഴും ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത പിള്ളേർക്ക് ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും പൂരിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ടൈമായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ക്ലീനിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് വന്ന് ഏതാണ്ട് നേരം കുറച്ചൊക്കെ പോയി. അപ്പോൾ എന്തായാലും നമുക്കിനി ഭക്ഷണം കഴിക്കാം. അപ്പോൾ ചില പൂരി നമ്മൾ ഫസ്റ്റിലുണ്ടാക്കുമ്പോൾ ഇത്തിരി ക്രിസ്പി കുറവ് പോലെ നമുക്ക് തോന്നും. പക്ഷേ എണ്ണ നല്ല പാകത്തിന് ചൂടായി കഴിഞ്ഞാൽ എല്ലാ പൂരിയും നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഫുഡ് കഴിച്ച് വന്നൊരു 1:30 കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു ചെറിയ ക്രാഫ്റ്റും കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്രാഫ്റ്റ് എന്ന് പറയുന്നത് 2 ചെറിയ പാത്രങ്ങളുണ്ടായിരുന്നു. അതുമ്പോൾ ഞാൻ ഫ്രൂട്ട്സിൻ്റെ ഡിസൈനിലുള്ള കുഞ്ഞ് 2 ചെടിച്ചട്ടി പോലെ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം. ഫ്രൂട്ട്സിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ പൈനാപ്പിളിൻ്റെ ഡിസൈനിലെ പെയിൻറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ യെല്ലോ പെയിൻറ്റ് ഉപയോഗിക്കുന്നത്. ഈ യെല്ലോ പെയിൻറ്റ് എന്ന് പറയുന്നത് അക്രിലിക് പെയിൻ്റ് ആണ്, ഫാബ്രിക് പെയിൻറ്റ് എന്നിങ്ങനെയുള്ള പെയിൻറ്റുകളൊക്കെ ഉണ്ട്. ഈ 2 പെയിൻറ്റുകളും നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങളുമൊക്കെ പെയിൻറ്റ് ചെയ്യാം. പക്ഷേ ഇത് പെട്ടെന്ന് കുറച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൈ കൊണ്ടൊക്കെ ഉരച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു പോരും. അപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ കുറേ നാളെ ഇങ്ങനത്തെ ഈ പെയിൻറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് എപ്പോഴും. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നമുക്കൊരു സംഗതി എന്തോ ഇങ്ങനെ വാർണിഷ് പോലെ പെയിൻറ്റ് ചെയ്താൽ പോവില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ എന്തായാലും അതില്ല. ഞാനിത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമ്പോൾ തൊടില്ല. ഒരു 3-4 ദിവസത്തേക്ക് തന്നെ ആ പെയിൻറ്റ് ചെയ്ത സംഭവം ഉണങ്ങിയ ശേഷം അതങ്ങനെ വെക്കും. അതങ്ങനെ ഇരുന്ന് വരുമ്പോൾ പിന്നെ പെയിൻറ്റ് പെട്ടെന്നൊന്നും അത് വന്ന് പോരില്ല. പക്ഷെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകും. അത് ശരിയാണ് പറയുന്നത്, എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് പോവില്ല. അപ്പോൾ എന്തായാലും യെല്ലോ പെയിൻറ്റ് ചെയ്തിട്ട് ഞാനിതുമ്പോൾ ഡിസൈനും കൂടി വരച്ച്, അതുപോലെ തന്നെ ഒരു വാട്ടർമെലൻ്റെ ഡിസൈനുള്ള ഒരു പോട്ടും കൂടി ഞാൻ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ എല്ലാവരോടും ബൈ ബൈ.